ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ, കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യും. 60 കോടിയുടെ തട്ടിപ്പ് കേസിലാണ് പുതുച്ചേരി പോലീസിന്റെ നീക്കം. വിരമിച്ച സർക്കാർ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. 2022 കോയമ്പത്തൂർ ആസ്ഥാനമായി ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത ഒരു കമ്പനി തുടങ്ങിയത്. ഈ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങ് വലിയ ആഘോഷമായാണ് സംഘടിപ്പിച്ചത്. അതിൽ മുഖ്യ അതിഥിയായി തമന്ന ഭാട്ടിയാണ് പങ്കെടുത്തത്. പിന്നാലെ മഹാബലിപുരത്തെ ആഡംബര ഹോട്ടലിൽ മറ്റൊരു വലിയ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ കാജൽ അഗർവാൾ ആയിരുന്നു പ്രധാനപ്പെട്ട അതിഥിയായി പങ്കെടുത്തിരുന്നത്. അതിൽ ഏതാണ്ട് 100ഓളം പേർക്ക് 10 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള കാറുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു. എന്നാൽ ഈ കമ്പനി പലരിൽ നിന്നായി വലിയ തരത്തിൽ തുക പിരിച്ച് പണം തട്ടിയെടുത്തു എന്നുള്ള പരാതി കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നു. അങ്ങനെ പുതുച്ചേരിയിൽ നിന്ന് ഒരു വിരമിച്ച സർക്കാർ ജീവനക്കാരൻ 40 കോടി രൂപ തനിക്ക് നഷ്ടമായി എന്ന് കാണിച്ച് പരാതി നൽകി. പിന്നാലെ 10 പേർ 2.4 കോടി രൂപ തങ്ങളിൽ നിന്ന് പിരിച്ചു, ആ പണവും പോയി എന്ന് പരാതി നൽകി. ഈ പരാതികളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ തട്ടിപ്പിന് സൂത്രധാരകരായി പ്രവർത്തിച്ച 2 ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഉദ്ഘാടന ചടങ്ങുകളിൽ ബ്രാൻഡ് അംബാസഡർമാരായി പങ്കെടുത്തതിനപ്പുറത്തേക്ക് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കമ്പനിയിൽ അല്ലെങ്കിലും കാര്യമായിട്ട് ആരോ പറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പണിയൊന്നും കിട്ടൂല. ക്രിപ്റ്റോന്റെ പേരും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ ആരെങ്കിലും ബുദ്ധിയില്ല ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പഠിച്ച് അത്രയും റിസൾട്ട് കിട്ടി അങ്ങനെ ചെയ്യേണ്ട സാധനമല്ലേ. എന്തിനാ വെറുതെ മണ്ടത്തരം ചെയ്യാൻ നിൽക്കുന്നത്? അത് നോക്കി ഏതല്ല അവസ്ഥ. ഉള്ള എന്താ പറയുക, ഉള്ള പേരും വെച്ചിട്ട് ഉണ്ടാതൊരു ഭാഗത്തുള്ള പടം ചെയ്ത് ജീവിച്ചാൽ പോരെ. ഇതെന്താ അറിയോ, ഇത് കുറേ സ്കാംസ് ഉണ്ട്, കുറേ ടീം ഇറങ്ങുന്നുണ്ട്. ഇതേപോലെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് മൊയ്താക്കി വിടണം കുറേ ടീമുണ്ട്. അയ്യോ അയ്യോ വയ്യ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വേറെ എന്ത് പറയാനാണ്? ഇവർക്ക് PROs അങ്ങനത്തെ ടീമൊന്നും ഉണ്ടാവില്ലേ, PR ടീമൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് അറിയൂലേ ഈ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുക്കുന്നുള്ളത്. ആരോട് പറയാൻ, എന്തിനു പറയാൻ? കഥ